അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് യാസീൻ ഓതുക. 3 യാസീൻ ഓതുക. ഒന്നാമത്തെ യാസീൻ ഓതേണ്ടത് ആരോഗ്യത്തിനും ദീർഘായുസിനും ആഫിയത്തിനും വേണ്ടിയിട്ടാട്ടോ. നമുക്ക് വെറുതെ കുറെ ആയുസ് ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള, അതായത് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് കിട്ടിയിട്ടേ കാര്യമുള്ളൂ. അത് നല്ല വഴിയിൽ ചെലവഴിക്കാനായിട്ടുള്ള ആയുസ് വേണം നമുക്ക്. ഒന്ന്, അതിനു വേണ്ടി യാസീൻ ഓതണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിലുടനീളം ബർക്കത്ത് വേണം അല്ലെ. നമ്മുടെ റിസ്ക് വിശാലമാകാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ യാസീൻ. ഈ റിസ്ക് വിശാലമാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് മാത്രമല്ല കേട്ടോ റിസ്ക്. നമ്മുടെ വീട്, വാഹനം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ഭാര്യ, ഭർത്താവ്, മക്കള്, നമ്മൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ റിസ്ക് ആട്ടോ. അതിൽ വിശാലത ഉണ്ടാവാൻ. നമ്മൾ കേട്ടിട്ടുണ്ട് പലരുടെ കയ്യിലും ഒരുപാട് പൈസ ഉണ്ട്, പക്ഷെ ഒരു ബർക്കത്തില്ലാത്തൊരു ഫീല്. അതുപോലെ വീടുണ്ട്, ഒരു ബർക്കത്തില്ല. ഇങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മളുമായി സംബന്ധിച്ച് നമുക്ക് ജീവിക്കാൻ ഉള്ള സർവ്വ സംഭവങ്ങളിലും റിസ്ക് വേണമെന്നാണ് ഉദ്ദേശം. റിസ്ക് വിശാലമാക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ബർക്കത്ത് ഉണ്ടാവുമെന്നാണ്. പിന്നീട് അടുത്ത യാസീൻ, മൂന്നാമത്തെ യാസീൻ ഓതേണ്ടത് നമ്മുടെ അന്ത്യം നന്നാവാൻ, നമ്മുടെ അവസാനം നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നതിലല്ല, ഇങ്ങനെ മരിച്ചു എന്നതിലാണെന്നാണ് കാര്യം അല്ലെ. അപ്പൊ നല്ല രീതിയിൽ ജീവിച്ച് നല്ല അവസാനമായിട്ട് നല്ല രീതിയിൽ മരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത യാസീൻ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ഓതണം ഇൻഷാ അല്ലാഹ്. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, നമ്മൾ ഈ 3 യാസീനും നമുക്ക് വേണ്ടി ഓതുമ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ കാരണവന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് ഹദിയ ചെയ്യണം കേട്ടോ. നമ്മുടെ കൂലി ഒട്ടും കുറയില്ല കേട്ടോ. നമ്മൾ ഈ ഓതിയതിന്റെ കൂലി ഒട്ടും കുറയാതെ തന്നെ അള്ളാഹു താല അവർക്ക് എത്തിച്ചു കൊടുക്കും കേട്ടോ. അള്ളാഹു കാരുണ്യവാനല്ലേ. ഒരു ദിക്റിന് വേണ്ടി, ഒരു ദുആയ്ക്ക് വേണ്ടി നമ്മളിൽ നിന്നും മറഞ്ഞു പോയവര് കൊതിക്കുന്ന സമയാട്ടോ. നമ്മുടെ കയ്യിൽ ഉള്ളതും സമയമാണ്, അവർക്ക് ഇല്ലാത്തതും സമയമാണ്. അവരെ നമുക്ക് ഇങ്ങനെയൊക്കെ ആട്ടോ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, മരിച്ചു പോയവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇത് ഓതിയതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് കൂടി വേണ്ടി ഹദിയ ചെയ്യണം. അതിന്റെ കൂലി ഒട്ടും കുറയാതെ നമുക്ക് കിട്ടുകയും വേണം. അള്ളാഹുവിനോട് ദുആ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ എങ്ങനെയാണോ അള്ളാഹുവിനെ കരുതുന്നത് അതുപോലെ ആട്ടോ നമ്മളോടും അള്ളാഹുവിന്റെ പെരുമാറ്റം. അത് മാത്രമല്ല, ഈ ദിവസത്തിലാണ് നമ്മൾ മാക്സിമം ദാനധർമ്മങ്ങൾ ചെയ്യാം. മാക്സിമം നമ്മുടെ വീടുകളിൽ വിശാലത ചെയ്യേണ്ട ദിവസം കൂടി കേട്ടോ ബറാത്ത് രാവ്. പിറ്റേ ദിവസം നോമ്പെടുക്കലും സുന്നത്താണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തണേ. എന്നെയും എന്റെ കുടുംബത്തെയും കുടുംബാദികളെ എല്ലാരെയും ഉൾപ്പെടുത്തണേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.